സാറേ സാറേ എന്താണോ എനിക്ക് ചെവി കേൾക്കാം. എനിക്കൊരു വരുമാന നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസറുടെ മഞ്ഞത്തേക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? അല്ല സാറേ, തൊഴിലിനാമോദനത്തിന് നിങ്ങൾ ആദ്യം പോയി അക്ഷയെന്ന് ആ മറ്റേ അപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ഞാനത് ശരിയാണെങ്കിൽ ഞാൻ സീല് വെച്ച് തരാം. സാറേ, അക്ഷയെ ചെന്നിരുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിവിടെ ജോലി ഒരുപാടുണ്ടെന്ന്. ഈ പറഞ്ഞ മനസ്സിലാവാത്തത് എന്താണ്? നിങ്ങളൊന്ന് പോകാമോ? സാറേ, റേഷൻ കാർഡ് നിങ്ങളുടെ റേഷൻ കാർഡ് പണത്തിന് മേലെ പറന്നും പറക്കില്ല, പണത്തിന് മേലെ പറക്കില്ല. ചില ആളുകൾ എന്താണെന്നറിയോ, ഇതൊന്നുമില്ലാതെ ഇങ്ങോട്ട് വരും. അതാണ് മന്മത, ആ ഇൻകം സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ? അല്ല, അത് സാറിന്റെ മേശയിൽ ഉണ്ടാവുമല്ലോ. ആഹാ, ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ എഴുതാൻ പുറത്തവിടെ ആളുകൾ ഇരിപ്പുണ്ട്. അവരെ കൊണ്ട് എഴുതിച്ചിട്ട് വരേണ്ടതാണ്. ഇപ്പൊ ഞാൻ തന്നെ ചെയ്തു തരാണ്. പുറത്തെ ആളുകൾ പറഞ്ഞ് സാറ് വളരെ ഉപകാരിയാണ്, നല്ല വില്ലേജ് ഓഫീസറാന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. കുടുംബത്തിലെ അംഗസംഖ്യ 5 പേര്. വിദേശത്ത് ജോലിയുള്ള ആളുകളുണ്ടോ? ഒരാളുണ്ട് സാറേ. ഒരാൾ എന്റെ സുഹൃത്താണ്. നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ എഴുതാൻ പറ്റും. അല്ല, ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. വേറെ വാടക എല്ലാം മറ്റിനും ആകെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാന് പൈസ വളരെ കുറച്ച് എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പൊ എവിടെ സ്റ്റാമ്പ് എടുക്കും? കോട്ടറി സ്റ്റാമ്പ് വേണം. സ്റ്റാമ്പ് മേടിച്ചില്ല സാറേ. മേടിച്ചില്ലല്ലേ? ഓ, നോക്കട്ടെ. ഞാൻ മേടിച്ചിട്ട് വേണം. വേണ്ട, എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ. ഇത്രയേ ഉള്ളൂ പണി. ഇനി സന്തോഷായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ല സാറിനാണ് ആളുകൾ അതും ഇതൊക്കെ പറഞ്ഞ കൈക്കൂലിക്കാരനാണ്. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് വന്നപ്പോ റേഷൻ വാങ്ങാനുള്ളൊരു 300 രൂപ ഇതിൽ ഇരുന്ന് ഇനി എവിടെ വല്ലയിടത്തും വീണാന്നാവും. 300 രൂപ ഇതിലിരിപ്പുണ്ടായി, അവിടെ വല്ലയിടത്തും വീണാന്ന് നോക്കി സാറേ. സാറിന്റെ അടുത്തപ്പേ ഇല്ല കിടക്കണം. ഇല്ലേ എന്താ എന്റെ സാറേ, റേഷൻ വാങ്ങേണ്ട കാശാണ് സാറേ. കൊണ്ടുപോ. 5-6 കൂടി ഉണ്ടല്ലോ സാർ. ആളെ കിടന്നോട്ടെ, തനിക്ക് കിട്ടുന്ന കിട്ടിയില്ലേ? അതോ റേഷൻ വാങ്ങണ്ടേ? ഇയാൾ പോണോ?